തള്ളി പറയുന്നു. കോൺഗ്രസ് പക്ഷേ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഈ ഒരു വിഷയത്തിൽ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉന്നയിക്കുന്നത്. CPIM-ന്റെ രാജ്യത്തെ ഒന്നാം നമ്പർ ശത്രു BJP ആണ്. ഇതിൽ ഈ കേരളം എടുത്തിട്ടുണ്ടെങ്കിൽ ആരാ ഈ കേരളത്തിൽ RSSനെ പ്രതിരോധിച്ചിട്ടുള്ളത്? ലീഗ് ഉണ്ടായിട്ടുണ്ടോ? കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ടോ? CPM-ന്റെ 200-ൽ പരം സഹാക്കളാണെന്ന് അവരെ പ്രതിരോധിക്കാൻ വേണ്ടി ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് CPIM-ഉം BJP-യുമായിട്ടോ RSS ആയിട്ടോ എന്തോ ഡീലുണ്ടാക്കിയിരുന്നു എന്നൊക്കെ പറയാൻ പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഈ നാട്ടിൽ ആരും വിലക്കെടുക്കാൻ പോകുന്നു. ADGP കണ്ടു എന്നുള്ളത് ADGP പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രതിപക്ഷ നേതാവ് പറയേണ്ടതേ അത് CPM-ന് വേണ്ടിയാണ് പോയെന്നുള്ള തെളിവെന്താ? എന്തോ തെളിവൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ആ തെളിവ് ഒന്ന് പുറത്തു വിട്ടാട്ടെ. ഈ സന്ദർശനം അടക്കം ബാക്കിയുള്ളതെല്ലാം സർക്കാർ അന്വേഷണ വിഷയമാണ്. അന്വേഷിച്ച് റിപ്പോർട്ട് വരട്ടെ എന്ന്, അതനുസരിച്ച് നിലപാട് സ്വീകരിക്കാം. CPM-നെ സംബന്ധിച്ചിടത്തോളം ADGP അല്ല, ഈ കേരളത്തിലെ മാന്യമര്യാദയുള്ള ഒരാൾ പോലും ഈ RSS തൊട്ട് ചങ്ങാത്തം പാടില്ലെന്ന അഭിപ്രായമാണ്. ഞങ്ങളും അവരുമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധം അങ്ങനെയാണ്. പക്ഷേ വ്യക്തികളാണ്, അവരെയൊക്കെ നമ്മൾ നിയന്ത്രിക്കാൻ പറ്റില്ല. എന്നാൽ നിയമവിരുദ്ധമായിട്ടോ ചട്ടവിരുദ്ധമായിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സർക്കാരിൻ്റെ അന്വേഷണത്തിൽ പുറത്തു വരട്ടെ. അപ്പോൾ പാർട്ടി എൻ്റെ നിലപാട് പറയും. CPM എന്തിന് പ്രതിരോധത്തിലാവണമെന്ന്? എന്തിനാ CPM പ്രതിരോധത്തിലാവണത്? CPM-ന്റെ പാരമ്പര്യം ഇതല്ലേ. അപ്പോ ഇതുപയോഗിച്ച് CPM-നെ പ്രതിരോധത്തിലാക്കാൻ ചിലർക്കൊക്കെ താല്പര്യമുണ്ടാകും. അതിനൊന്നും വഴങ്ങാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോ ഇത് കാര്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിന്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടി ഇതിൽ കൂടുതൽ വല്ലതും പറയാനുണ്ടെങ്കിൽ പറയും. അദ്ദേഹം CPM മെമ്പറല്ല, അതുകൊണ്ട് പാർട്ടി മെമ്പറുടെ അച്ചടക്കം അദ്ദേഹത്തിന് ബാധകമല്ല. പക്ഷെ പാർട്ടി പാർലമെന്ററി സംഘത്തിന്റെ ഭാഗമാണ്. ആ മുൻകരുതലും നേതൃത്വം എല്ലാം അദ്ദേഹം പാലിക്കേണ്ടതാണ്. പക്ഷെ അതല്ല, അദ്ദേഹം ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് അന്വേഷണം നടക്കും. അന്വേഷണ ഉദ്യോഗസ്ഥരെയും വെച്ചു. ഒരു കാര്യത്തിൽ നടപടി എടുത്തിട്ടുണ്ട്. മറ്റുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് വരട്ടെ. സുജിദാസിനെതിരെ ഒരു വനിത ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരാണ് ആരോപണം ഉന്നയിച്ചത്. പോലീസ് പക്ഷേ ആ വിഷയത്തിൽ കേസെടുക്കാൻ തയ്യാറായി. വരട്ടെ എന്ന് ഉന്നയിച്ചിട്ടല്ലേ ഉള്ളൂ. കേസെടുക്കണേ കേസെടുക്കും. ഏതായാലും അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രഥമദൃഷ്ട്യാ ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉറപ്പിക്കാം, സർക്കാരിന് ഇതിൽ പക്ഷഭേദമൊന്നുമില്ല. അതിൽ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ഉപയോഗിച്ചിട്ട് ഈ RSS-നൊക്കെ കേരളത്തിൽ വീടുപണി ചെയ്തുകൊണ്ടിരുന്നവര് CPM-നെ കുതിരകയറാൻ വന്നാൽ വളഞ്ഞു കൊടുക്കാനായിട്ടൊന്നും തയ്യാറല്ല. ഇത് ചിലർക്ക് ഇത് വെച്ചിട്ട് പാർട്ടി സമ്മേളനങ്ങളിൽ അതിൻ്റെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. വന്ന ആരോപണങ്ങളിൽ സർക്കാർ അന്വേഷിക്കും. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിലപാട് സ്വീകരിക്കും. CPM-ന്റെ ഒരു ബന്ധവും RSS-ഓട്ടോ BJP-യോട്ടോ ഇല്ല, ഉണ്ടാവുകയില്ല.